ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാ മക്കൾക്കും ലേണിംഗ് സ്പോട്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് 3ാം ക്ലാസ്സിലെ മലയാളത്തിലെ 5ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള നമ്മളൊന്നിലെ പൂമ്പാറ്റുമ്മ എന്ന പാഠഭാഗമാണ്. കുട്ടികളെ നോക്കൂ, നല്ല മനോഹരമായിട്ടുള്ളൊരു ചിത്രം തന്നിട്ടുണ്ടല്ലേ. എന്താണ് തന്നത്? ഒരു ചെടിയുണ്ട്, ചെടിയിൽ നിറയെ പൂക്കളുണ്ട്. പൂക്കളിൽ പൂമ്പാറ്റ തേൻ കുടിക്കാൻ വരികയാണ് അല്ലേ. പാടത്തിൻ്റെ എന്താണ്? പൂമ്പാറ്റുമ്മ എന്നാണ് അല്ലേ. ഒരു 3 വയസ്സുള്ള കൊച്ചുകൂട്ടുകാരി മെയ് സിതാരയുടെ രസകരമായൊരു കഥയാണ് പൂമ്പാറ്റുമ്മ എന്ന പാഠഭാഗം. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. പൂമ്പാറ്റുമ്മ. ഒരു പൂമ്പാറ്റക്കുട്ടൻ ഒരു ദിവസം പറന്ന് നടക്കുകയായിരുന്നു. അവനങ്ങനെ പറന്ന് എൻ്റെ ഊഞ്ഞാലയിൽ വന്നിരുന്ന് ഊഞ്ഞാലാടി. ആരും കൂട്ടില്ലാതായപ്പോൾ അവന് ബോറടിച്ചു. പാവം. എന്നിട്ട് ഊഞ്ഞാലുമേന്നിറങ്ങി മുറ്റത്താകെ പറന്നു നടന്നു. മഴ നനഞ്ഞ് പൂവുകളൊക്കെയും ഉറങ്ങുകയായിരുന്നു. പൂമ്പാറ്റക്കുട്ടന് കളിക്കാൻ ആരെയും കിട്ടിയില്ല. അവന് കുറേ വിഷമായി. എന്നിട്ടേ ആ പൂമ്പാറ്റക്കുട്ടൻ ആരെയും കാണാതെ പിന്നെയും വിഷമിച്ച് നടന്നു. അപ്പോഴേ സുട്ടുമുറ്റത്തേക്ക് ഓടിച്ചെന്നു. പൂമ്പാറ്റക്കുട്ടന് സന്തോഷമായി. അവൻ പറന്നു വന്ന് സുട്ടുവിൻ്റെ നെറ്റിയിട്ട് ഒരു ഉമ്മ തന്നു. എന്നിട്ട് അമ്മയുടെ കവിളത്ത് കൺപീലി കൊണ്ട് കുഞ്ഞനൊരുമ്മ കൊടുത്തു സുട്ടു. ഒരു പൂമ്പാറ്റുമ്മ. എന്താണ് ഈ പൂമ്പാറ്റുമ്മ എന്ന കഥയിൽ പറയുന്നത്? ഒരിക്കലേ ഒരു പൂമ്പാറ്റ മുറ്റത്ത് കൂടെ പറന്ന് നടക്കുകയായിരുന്നു. സുട്ടുവിൻ്റെ ഊഞ്ഞാലിലും വന്നിരുന്ന് അവൻ അല്പനേരം ആടി. ആരും അവന് കൂട്ടില്ലായിരുന്നു. അവന് മുറ്റത്ത് കൂടി പറന്നു നടന്നു. മഴയായിരുന്നത് കൊണ്ട് നനഞ്ഞ് പൂക്കളെല്ലാം ഉറങ്ങായിരുന്നു. ആരെയും കളിക്കാൻ കിട്ടാതെ പൂമ്പാറ്റ വിഷമിച്ചു. അവൻ്റെ വിഷമം കണ്ട് സുട്ടു മുറ്റത്തേക്ക് ഓടിച്ചെന്നു. പൂമ്പാറ്റ സുട്ടുവിനെ കണ്ട് സന്തോഷിച്ചു. സുട്ടുവിൻ്റെ നെറ്റിയിൽ പൂമ്പാറ്റ ഒരു ഉമ്മ കൊടുത്തു. സുട്ടു അമ്മയുടെ കവിളത്ത് കൺപീലി കൊണ്ട് ഒരു കുഞ്ഞുമ്മ കൊടുത്തു. പൂമ്പാറ്റ നൽകിയതുപോലെ ഒരു പൂമ്പാറ്റുമ്മ. ഇതാണ് ഈ പാഠഭാഗം. കുട്ടികളെ, നിങ്ങൾക്ക് ഈ പാഠം ഇഷ്ടമായോ? സുട്ടുവിൻ്റെ മുഖത്ത് ആരാണ് ഉമ്മ വെച്ചത്? പൂമ്പാറ്റയാണ് അല്ലേ. മെയ് സിതാര എഴുതിയ ഒരു കുഞ്ഞു കഥയാണിത് അല്ലേ. മെയ് സിതാരയെ കുറിച്ച് നമുക്ക് അല്പകാര്യങ്ങൾ പറയാം. തൃശ്ശൂർ ജില്ലയിലെ കൊടകര ഗവൺമെൻറ് LP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മെയ് സിതാര. മെയ് സിതാര കുഞ്ഞു നാൾ മുതൽ പറഞ്ഞ കഥകളൊക്കെ അമ്മ കുറിച്ചു വെച്ചു. ഈ കഥകൾ കൂട്ടിച്ചേർത്ത് സുട്ടു പറഞ്ഞ കഥകൾ എന്ന പേരിൽ പുസ്തകം പ്രസിദ്ധീകരിച്ചു. ഈ കഥാപുസ്തകത്തിൻ്റെ ഒരു കഥയാണ് പൂമ്പാറ്റുമ്മ. പൂർണ്ണ പബ്ലിക്കേഷൻസ് ആണ് ഈ കഥ പ്രസിദ്ധീകരിച്ചത്. ഇനി പാഠപുസ്തകത്തിലെ പ്രവർത്തനം നമുക്കൊന്ന് നോക്കാം. വർത്തമാനം പറയുമ്പോൾ ഉപയോഗിക്കുന്ന എന്തെല്ലാം വാക്കുകൾ ഈ കഥയിൽ നിന്ന് കണ്ടെത്താനാവും? എന്തൊക്കെയാണ്? ഒരു ദിവസം നടക്കുകയായിരുന്നു, കൂട്ടില്ലാതായപ്പോൾ, എന്നിട്ട് ഊഞ്ഞാലുമേന്നിറങ്ങി, മുറ്റത്ത് പൂവുകളൊക്കെയും ഉറങ്ങായിരുന്നു, ആരെയും, കുറേ, എന്നിട്ടേ, പിന്നെയും, അപ്പോഴേ, മുറ്റത്തേക്ക്, സന്തോഷായി, നെറ്റിത്ത്, എന്നിട്ട്. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. പൂമ്പാറ്റയ്ക്ക് സങ്കടം വരാൻ എന്താണ് കാരണം? പൂക്കളോടൊപ്പം കളിക്കാനാണ് പൂമ്പാറ്റ മുറ്റത്തെത്തിയത്. മഴ നനഞ്ഞ് പൂക്കളെല്ലാം ഉറക്കമായിരുന്നു. കളിക്കാൻ ആരെയും കിട്ടിയില്ല. അതുകൊണ്ടാണ് പൂമ്പാറ്റയ്ക്ക് സങ്കടം വന്നത്. പൂമ്പാറ്റ എപ്പോഴാണ് സന്തോഷിച്ചത്? പൂമ്പാറ്റ വിഷമിച്ച് നടക്കുന്നത് കണ്ട് സുട്ടു മുറ്റത്തേക്ക് ഓടിച്ചെന്നു. അപ്പോൾ പൂമ്പാറ്റയ്ക്ക് സന്തോഷമായി. ഈ കഥ വായിച്ചപ്പോൾ മനുഷ്യരുടെ സഹോദരങ്ങളായി ആരൊക്കെ വരാമെന്നാണ് നിങ്ങൾ കണ്ടെത്തിയത്? ഈ പ്രകൃതിയിലുള്ള എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ്. ചെടിയും പൂമ്പാറ്റയും തുമ്പിയും ഉറുമ്പും പുഴുവും പുല്ലും മരവും എല്ലാം പ്രകൃതിയോടും അതിലെ ജീവജാലങ്ങളോടും സഹോദര സ്നേഹത്തോടെ വേണം നമ്മൾ പെരുമാറാൻ. മെയ് സിതാരയുടെ മറ്റൊരു കൊച്ചു കഥ നമുക്ക് വായിക്കാം. കുട്ടിക്കിളി. കുട്ടി ഒരു കിളിയെ കണ്ടു. അപ്പോൾ അവിടെ മരങ്ങളെല്ലാം വെട്ടിയിരിക്കുകയായിരുന്നു. കിളിക്ക് ഇരിക്കാൻ സ്ഥലമില്ലായിരുന്നു. കുട്ടി കൈ നിവർത്തി നീട്ടിപ്പിടിച്ചു. കിളി കുട്ടിയുടെ കയ്യിൽ വന്നിരുന്നു. എന്നിട്ട് കിളിയെയും കൊണ്ട് അവളുടെ അമ്മയുടെ അടുത്തേക്ക് പോയി. അവിടെ കുറേ മരങ്ങളുണ്ടായിരുന്നു. ആ കിളി അതിലൊരു മരത്തിൽ പോയിരുന്നു. കിളി ചകിരിയും നാരും ഇലകളും കൂട്ടി കൂടുണ്ടാക്കി. എന്നിട്ട് കിളി അതിലിരുന്നു. അപ്പോൾ കുട്ടി വീടിൻ്റെ വാതിലിൽ മുട്ടി. അമ്മ വാതിൽ തുറന്നു കൊടുത്തു. കുട്ടി അകത്തു കയറി. അമ്മ വാതിലടച്ചു. കിളി കൂട്ടിലിരുന്ന് മുട്ടയിട്ടു. കുഞ്ഞുങ്ങൾ വിരിഞ്ഞു.
നിങ്ങൾ എങ്ങനെ പറയും? ഒരു ദിവസം, ഒരു ദിവസം, നടക്കുകയായിരുന്നു, എന്നിട്ട്, ഉറങ്ങായിരുന്നു, ഉറങ്ങുകയായിരുന്നു, കിട്ടിയില്ല, കൂട്ടില്ലാതായപ്പോൾ, നട്ടേയ്, എന്നിട്ട്, നെറ്റിയിൽ. പൂമ്പാറ്റയെക്കുറിച്ച് നമുക്ക് അല്പകാര്യങ്ങൾ പഠിക്കാം. ബുദ്ധമയൂരി, നമ്മുടെ സംസ്ഥാന ചിത്രശലഭമാണ് ബുദ്ധമയൂരി. മയിലിൻ്റെ വർണ്ണമുള്ളത് കൊണ്ടാണ് ഇവയെ മയൂരി എന്ന് വിളിക്കുന്നത്. കൃഷ്ണകിരീടം, ഹനുമാൻ കിരീടം, കാവടിപ്പൂവ് എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ചെടിയുടെ പൂക്കളിലെ തേനാണ് ഇവയുടെ ആഹാരം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ചിത്രശലഭം ഗരുഡശലഭമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ചിത്രശലഭം. ദക്ഷിണേന്ത്യയിൽ മാത്രമാണ് ഇവയെ കണ്ടുവരുന്നത്. 140-190 മില്ലിമീറ്ററാണ് ഇവയുടെ ചിറകളവ്. പൊതുവെ ചുവന്ന പൂക്കളായ കൊങ്ങിണി, കൃഷ്ണകിരീടം, ചെത്തി തുടങ്ങിയ ചെടികളിലെ നിത്യസന്ദർശകരാണ് ഇവർ. ലോകത്തിലെ ഏറ്റവും വലിയ ചിത്രശലഭം പപ്പുവ ന്യൂഗിനിയ ദ്വീപുകളിൽ കാണപ്പെടുന്ന ക്വീൻ അലക്സാണ്ട്രാസ് ബേർഡ് വിങ് ആണ്. 250 മില്ലിമീറ്റർ വരെ ഇതിന് ചിറകളവുണ്ടായിരിക്കും. നമുക്ക് കുറച്ച് പൂമ്പാറ്റ കവിതകൾ നോക്കാം. ഈ ശങ്കരക്കുറുപ്പ് എഴുതിയ മഴവില്ലാണോ നിന്നമ്മ എന്ന കൊച്ചു കവിത. പൂവുകൾ തിണ്ടും പൂമ്പാറ്റ, പൂമ്പടി പൂശും പൂമ്പാറ്റ, പൂന്നേനുണ്ണും പൂമ്പാറ്റ, പൂവിൽ മയങ്ങും പൂമ്പാറ്റ. എന്തു വെളിച്ചം പൂമ്പാറ്റയെ, എന്തു തെളിച്ചം പൂമ്പാറ്റയെ, മുങ്ങാം പൊങ്ങാം കുളിർനിഴലിൽ, നീന്താമറിയാം പൊൻവെയിലിൽ, ഒന്ന് തൊടട്ടെ നിൻചിറകിൽ, നിന്നു തരാമോ നീ അരികിൽ, മഴവില്ലാണോ നിന്നമ്മ, തരുമോ നീയൊരു കുഞ്ഞുമ്മ. അടുത്തത് MP അപ്പൻ എഴുതിയ പൂമ്പാറ്റ എന്നൊരു കവിത. ഓമനി ആരു നീ ചൊല്ലു, നീ മഴവില്ലിൻ്റെ ചെല്ലക്കിടാവോ, നിൻ ചിറകെത്ര മിനുത്തതാണയ്യോ, നിന്നഴകിത്ര മേലാർക്കുണ്ട് പാരിൽ, ഓരോരോ പൂവിലുമെത്തി നീ വേഗം ഓരോന്നിലൂറുന്ന തേൻ കുടിക്കുന്നു, തെന്നി ഇളകി പറന്നുമായുന്നു, കണ്ണുമിടിച്ചു ഞാൻ നോക്കി നിൽക്കുന്നു. സുഗതകുമാരി എഴുതിയ മറ്റൊരു കവിത നോക്കാം. പാവാട. നീലിച്ച പൊട്ടുള്ള പാവാട ചുറ്റിയ ചേലെഴും പൂമ്പാറ്റ കുഞ്ഞേ, ആരു നിനക്ക് ഈ അഴകുള്ള മിന്നുന്ന പാവാട തയ്പ്പിച്ചു തന്നു, എന്തു മിനുപ്പുള്ള പൊൻപൊടി പൂശിയ ചന്ത തികഞ്ഞ പാവാട, ഇത്തരം പൂമ്പിട്ടു വിൽപ്പനയ്ക്കെങ്ങുമേ കിട്ടുകയില്ലല്ലോ, കഷ്ടം. നമുക്ക് പകരം പദങ്ങൾ കുറിച്ച് നോക്കാം. മഴ, മാരി, വർഷം, വൃഷ്ടി. പൂവ്, മലർ, സൂനം, സുമം. മുറ്റം, അങ്കണം, ചത്വരം, അജിരം. അമ്മ, മാതാവ്, തായ, ജനനി. അവൻ പറന്നു വന്നു. ഇതുപോലെ കൂടുതൽ പദങ്ങൾ എഴുതൂ. നടന്ന്, ഓടി, ചിരിച്ച്, കരഞ്ഞ്, നീന്തി. ഇനിയും ഒരുപാട് പകരം പദങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താം. അവ കണ്ടെത്തൂ, നോട്ട് പുസ്തകത്തിൽ എഴുതി ചേർക്കൂ. കുട്ടികളെ, പൂമ്പാറ്റുമ്മ എന്ന പാഠം ഇവിടെ കഴിയാണ്. പാഠം നിങ്ങൾക്ക് ഇഷ്ടമായോ? ഈ പാഠത്തിൽ ഒത്തിരി പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളുടെ ചുറ്റുപാട് നടക്കാം, നിരീക്ഷിക്കാം, വിവിധ വർണ്ണത്തിലുള്ള പൂമ്പാറ്റകളെ കണ്ടെത്താം, അവയുടെ ചിത്രങ്ങൾ ശേഖരിച്ച് നോട്ട് പുസ്തകത്തിൽ ഒട്ടിക്കാം, അല്ലേ? അതുപോലെ പൂമ്പാറ്റയുടെ ചിത്രം നോട്ട് പുസ്തകത്തിൽ വരച്ച് ചേർത്ത് കളർ കൊടുത്ത് ഭംഗിയാക്കാം. ഒത്തിരി പ്രവർത്തനങ്ങൾ ഈ പാഠഭാഗവുമായി നിങ്ങൾക്ക് ബന്ധപ്പെട്ട് ചെയ്യാം. അപ്പം ഇന്നത്തെ പാഠം ഇവിടെ കഴിയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു പാഠഭാഗവുമായി കാണാം. എല്ലാ കുട്ടികൾക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.